അവൻ വില്ലനല്ല. ആ പയ്യനെ പിടിച്ച് വില്ലനാക്കിയല്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നി. പിന്നെ അതിൽ നല്ല തുടക്കം അപ്പം നന്നായിട്ടുണ്ട്. എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പം കൈയും കാലും ഒക്കെ നോക്കും, മുറിവുണ്ടോ ചതവുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അന്നും നോക്കും, ഇന്നും നോക്കും. വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നോക്കും. ഇതൊരു പഴയ പരിപാടിയിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഒരുപക്ഷെ ഈ അമ്മയുടെ സാന്നിധ്യം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കണമെന്ന് എനിക്കൊരു വളരെ സന്തോഷം. ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് എൻ്റെ അമ്മ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ സംസാരിക്കും, പക്ഷേ അതിനൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ അമ്മ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. പണ്ട് ഈ നമ്മൾ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മ വന്നിട്ട് ഓരോ ഷൂട്ടിങ് കഴിയുമ്പോഴും അമ്മ വന്നിട്ട് നോക്കാറുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് ആണെങ്കിലും ഫൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടമുള്ള ഒരു കാര്യം തന്നെയാണ്. സിനിമയിൽ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അമ്മേനെ ഇങ്ങനെ കാണുമ്പോൾ അല്ലെന്ന് തോന്നുന്നത്, അമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കണമായിരുന്നു എന്ന് ഒരുപക്ഷെ ഒരു മകൻ ആഗ്രഹിക്കും. അത് ഇത് കണ്ടുകൊണ്ടല്ല. ഒരു പക്ഷേ എൻ്റെ കൂടെയുള്ള ആരോടോ പറഞ്ഞു, നമ്മൾ കാർ ഓടിച്ച് പോകുമ്പം 10, 80, 90 വയസ്സായ അമ്മമാരും നല്ല കുടയൊക്കെ പിടിച്ച് നടന്നു പോകുന്നു, ബസ്സിൽ കയറി പോകുന്നു, അല്ലെങ്കിൽ കാറിലിരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടിയിരുന്നത്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അമ്മ പെട്ടെന്നൊരു ഇറ്റ് വിൽ കം ആസ് ലൈറ്റ്നിങ് എന്നാണ് പറയുന്നത്. ഒരു എന്താ പറയേണ്ടത്, അതിനെക്കുറിച്ചൊരു മെഡിക്കൽ ടൈം ഒന്നും ഞാൻ പറയുന്നില്ല, പെട്ടെന്നാണ് അത് സംഭവിച്ചത്. താങ്കളുടെ കുടുംബം അതെ, കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞിട്ട് ആർട്ടറി അതങ്ങ് ബ്ലോക്കാകുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അത് സ്റ്റെനോസിസ് തന്നെ അതിങ്ങനെ ചെറുതായി ഒരു പെട്ടെന്നൊരു ബ്ലോക്കിലാണ് അങ്ങനെ ആകുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു മിറാക്കിൾ. ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതാമൃതാനന്ദമയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. ആ അമ്മ എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്ക്, മോൻ വളരെയധികം സന്തോഷിക്കണം, കാര്യം മോൻ്റെ അവിടെ വെച്ചാണ് അമ്മയ്ക്ക് ഒരു അസുഖമുണ്ടായത്. ഇത് തിരുവനന്തപുരത്താണെങ്കിൽ ആരും ഉണ്ടാകില്ല, എന്നിട്ട് നേരെ മോൻ നമ്മുടെ ആശുപത്രിയിലാണ് കൊണ്ടുപോയത് അല്ലേ. അപ്പോൾ അത് എന്താണ് ഒരു പ്രഡിക്ഷൻ പോലെയാണ്. ഇപ്പോൾ ഒരു സംഭവം പറയാം, വേണമെങ്കിൽ മാതാമൃതാനന്ദമയെക്കുറിച്ച് തന്നെ പറയാം. കാര്യം ഈ തോട്ട് പ്രോസസ്സ് എന്ന് പറയാം, അങ്ങനെയാണല്ലോ ഒരാളുടെ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആണ്. അതൊരു എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ മാതാമൃതാനന്ദമയുടെ അവിടെ ഞാൻ വളരെ കാലത്തിന് ശേഷം ഇടയ്ക്ക് പോയപ്പോൾ ഞാനും എൻ്റെ അങ്കിളും പിന്നെ ആൻറ്റിയൊക്കെ ഉണ്ട്. ഞാൻ മാത്രമായിരുന്നു അന്ന് കാണുന്ന ദിവസമല്ല മറ്റേ ആൾക്കാരെ. അപ്പോൾ ഒരു അമ്മ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ എനിക്കൊരു ജലദോഷം ഉണ്ടെങ്കിൽ അമ്മ ഫോൺ ചെയ്യുമ്പോൾ പറയും, നിനക്ക് എന്ത് പറ്റി, സുഖമില്ല. ഞാൻ ഒന്നുമില്ല, പക്ഷേ എനിക്ക് പനിയായിരിക്കും. ആ സമയത്ത് എൻ്റെ അമ്മ വിളിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് അറിയാൻ പറ്റും. അതൊരു റിലേഷൻഷിപ്പാണ്, അറിയാതെ സംഭവിക്കും. അതുപോലെ അമ്മയ്ക്കും എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കാര്യം നമ്മൾ ഒരുപാട് മാസങ്ങൾ അവരുടെ ഉള്ളിൽ കിടന്നിട്ടാണല്ലോ വെളിയിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പുണ്ട്. ഞാൻ മാതാമൃതാനന്ദമയെ അമ്മയെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം ഞാൻ മാറിയിരുന്ന് അമ്മ എൻ്റെ അങ്കിളിൻ്റെ അടുത്ത് ആൻറ്റിയുടെ സംസാരിക്കണം. അപ്പം അമ്മയുടെ കയ്യിൽ വളരെ മനോഹരമായ ഒരു ബ്രേസ്ലെറ്റ്, ഇപ്പോഴും ഇടുന്നൊരു ബ്രേസ്ലെറ്റാണ് അത് കിടക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് അമ്മ കുറച്ച് ഭസ്മം തരും, ഒരു ആപ്പിൾ തരും, ഒരു ഉമ്മ തരും, എന്നിട്ട് പൊക്കമെന്ന് പറയും. ഇപ്പോൾ ഈ കയ്യിൽ കിടക്കുന്ന എത്രയോ നാളായിട്ട് അമ്മയുടെ കയ്യിൽ കിടക്കുന്ന ഒരു പക്ഷേ അമ്മ അത് വെച്ച് ജപിക്കുന്നുണ്ടാകാം, അതിനൊരു പ്രത്യേക ഒരു എനർജി ഉണ്ടാകാം. അത് ഒരെണ്ണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് ഞാൻ ആലോചിച്ചു, അത് തെറ്റാണ്, കാര്യം അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ അമ്മ ഇതുപോലെ എനിക്ക് ഭസ്മം തന്നു, ഒരു ആപ്പിളോ എന്നൊരു ഉമ്മയൊക്കെ തന്നിട്ട് ശരി പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ കതവിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്നെ മുത്തയെന്ന് വിളിച്ചു. ഞാനിവിടെ നിന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഊരിത്തം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ദിവ്യത്വമോ അല്ലെങ്കിൽ മാജിക് അങ്ങനെയൊന്നുമല്ല, അതാണ് യഥാർത്ഥ സ്നേഹം. ലാൽ അവിടെ നോക്കുന്നത് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരിക്കലും ശ്രദ്ധിക്കുക, അല്ല ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് പോലുമില്ല. അല്ല, അതെന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്, അങ്ങനെ ശ്രദ്ധിച്ചോ അങ്ങനെയൊന്നും അല്ല. അതായത് ഒരു മകൻ അല്ലെങ്കിൽ ഒരാളുടെ വികാരം അയാളുടെ മനസ്സിലുള്ളത് കണ്ടെത്തുന്നത്, അത് നമ്മൾ എന്ത് വിഷമമായാലും. അതുകൊണ്ടാണല്ലോ ഈ അമ്മയ്ക്ക് എത്രയോ ആൾക്കാരെ കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ, ഇത് ആ അമ്മയുടെ കാര്യമല്ല പറയുന്നത്, ഇത് എല്ലാ അമ്മമാരുടെയും കാര്യമാണ്. ആ അമ്മയെ തിരിച്ചറിയാന്നുള്ളതാണ്. അമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഇടയ്ക്ക് വഴുതുന്നു. അപ്പം അമ്മയ്ക്ക് അങ്ങനെയല്ല, അമ്മ വളരെ എല്ലാ ഓർമ്മകളിലേക്ക് അമ്മ തിരിച്ചു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ലാൽ അവിടെ പോയി അമ്മയുടെ തിരിക്കും കുറേ സംസാരിക്കും. അമ്മ ഞാൻ എല്ലാ ദിവസവും ഫോൺ ചെയ്യും. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പഴയ കാര്യങ്ങൾ. ഒരു പക്ഷേ പഴയ കാര്യങ്ങളായിരിക്കും കൂടുതൽ അറിയാം, കാര്യം അതാണ് അങ്ങനെ ഒരു ബ്രെയിനിൻ്റെ സിസ്റ്റം അനുസരിച്ച് പഴയ കാര്യങ്ങളായിരിക്കും പ്രായമാകുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഓർമ്മ വരുന്നത്. അത് വളരെ ശക്തിയോടെ മനസ്സിലേക്ക് വരും.
നമ്മൾ ഒന്നാമത് ആ തന്മാത്ര എന്നൊക്കെയുള്ള സിനിമ ഞാൻ അഭിനയിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ് ആ സിനിമ കാണുമ്പോൾ എൻ്റെ. അപ്പം അങ്ങനെ ഒരു അമ്മയ്ക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.